ഓ ഇതിൻ്റെ ഗിയറില്ല, ഒരു 1.5 ഗിയറിൽ. ഗിയറ് ഇവിടെ ഇത് ഇതാ കീറിയതല്ലേ? ഇതാ കീറിപ്പോയത്. കഴിഞ്ഞ ദിവസം കീറിപ്പോയത് ഇവിടെ അല്ലേ? വേറെ പീസ് ഇല്ല. വേറെ പീസ് വെച്ച് പോടാൻ മുടിയാതെ. ആ ഇവിടെ എക്സ്ട്രാ പോകണ്ട, ഇത് തന്നെ അങ്ങ് ചേർത്തങ്ങ് തയ്ച്ച് പോകും. ஆனா இது எவ்வளோ ரைட்டு? முதல்ல உள்ள பார்த்தான், கீழே உள்ள பார்த்தான். எவ்வளோ வேணும் என்னன்னு கேட்டுக்க. എനിക്ക് കേട്ട് சொல்லணும். എനിക്ക് അത് ഇവൻ തന്നെ ചൊല്ലണം. വേളെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ പൊരിഞ്ഞ വെയിൽ. ഈ ടാർപ്പേ ശരിക്ക് കീറിയത്. ഇത് തയ്ക്കണം, തയ്ച്ചെടുക്കണം. യെസ്, ഈ കീറിൽ ദാണ്ടിത് ഏതാണ്ട് ചെറിയ ചെറിയ പൊട്ടലും കീറലൊക്കെ ഉണ്ട്. ദാണ്ടിത് ഇതൊക്കെ തയ്ച്ച് വരുമ്പോൾ ദാണ്ട് ഇതുപോലെ ഇരിക്കും. ഇതൊക്കെ ഓൾറെഡി നേരത്തെ തയ്ച്ച് വെച്ചതാണ്. അപ്പം ഇത്രയും തയ്ച്ച് ഇതിൻ്റെ അടിയിൽ മറ്റേ ടാർപ്പയുണ്ട്, അത് ഒട്ടിക്കണം. അത് തുണിയല്ല. എന്തേത് പൊരിഞ്ഞ വെയിൽ. എൻ്റെ അമ്മോ, അതിൻ്റെ അടിയിലുണ്ട്. രണ്ടും കൂടെ ഒരു 3000 പറഞ്ഞു. പിന്നെ ഇവിടുന്ന് നമുക്ക് കറണ്ട് എടുക്കുന്നുണ്ട്. അതിന് പുള്ളിക്ക് ഒരു 100-100 കൊടുക്കണം. ഞാൻ ഇത്രയും തയ്ക്കുന്നതിന് പുള്ളി 3000 പറഞ്ഞു. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം പുള്ളി ഞായറാഴ്ച ആയിട്ട് ഇന്ന് തിരുനെൽവേലിയിൽ നിന്ന് പുള്ളി വന്നതാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങ് ചെയ്യുക. ഇനി ഇത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഉള്ള പൈസയ്ക്ക് അവർ വന്ന് ചെയ്ത് നമുക്ക് ഇനി കൂടുതൽ നമുക്ക് ഇനി പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ തീർന്ന്. ആണേ ഇത് എவ்வளோ നേരം എടുക്കും? ടൈം എவ்வளோ നേരം എടുക്കും? 1.5 മണിക്കൂർ അല്ലേ? 1.5 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് തീർക്കുന്നത്. 1.5, 2, 3, 4 വൈകുന്നേരം ആയാലും കുഴപ്പമില്ല. എന്തായാലും ലോഡില്ല ഞായറാഴ്ച. இது அவ்வளோதான், வேஸ்ட் ஆக போகுது. நல்லா பயந்து தெரியாது. ഈവനിങ് ബുക്കിംഗ് ഓട്ടം ചെയ്ത് പോകുന്ന വണ്ടിയാണ് ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഞാൻ തിരിയെടുത്ത് രാത്രി കത്തിച്ച് ആ സൈഡ് അടച്ചിട്ട് കിടന്നു. അപ്പോഴേ പിന്നെ അങ്ങ് മാറി. നീ അന്നേരം ഒന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ മറ്റേ കീറിയത്. ഞങ്ങളുടെ മറ്റേ കീറിയത് ഇതാ കീറിയത്. ഇവിടെ നീളത്തിനാണ്ട് ഇവിടെ വരെ. ഇത് പഴയത് ഇത് പഴയതാ. ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ട് ഇവിടുന്ന് കീറി. ഇത് ഓൾറെഡി കീറി ഇരിക്കുമായിരുന്നു ഇവിടെ. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് കൊണ്ട് എയർപോർട്ട് കീറിപ്പോയതാണ്. ഞങ്ങളിവിടെ ആണ്. എന്താ ഊർക്ക് പേരെന്നാ? വി കെ പുട്ടൂർ. ഞങ്ങൾ ആളംകുളത്തുനിന്ന് വി കെ പുട്ടൂർ വന്നു. ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ ഏജൻസിയൊന്നും തുറക്കത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഗ്യാസ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. വി കെ പുട്ടൂർ ആളംകുളത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ. അണ്ണാ എത്ര എവ്വളോ? 5 കിലോ 1600.
MD 1000 റിട്ടേൺ. ആ ആ ആ പുതിയ ഗ്യാസ് എടുക്കുക. അപ്പോൾ അതിന് 1600 റിട്ടേൺ കൊടുത്ത 1000 MD ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ റിട്ടേൺ. ഇതിലാവട്ടെ. ആ യെസ്. അയ്യോ ഇത് ഒട്ടിച്ചില്ലേ? ആണോ? അണ്ണനെ കൂടെ പിടിച്ചോട്ടെ. അണ്ണൻ്റെ വണ്ടി സ്കൂട്ടറില്ല. ഞങ്ങൾ പോയി ഗ്യാസ് പോയി സിലിണ്ടർ കുറ്റി എടുത്തുകൊണ്ട് വന്നത്. എന്തോ ആണ്. അപ്പോൾ ഇവിടുന്ന് ആളംകുളത്തുനിന്ന് ഇവിടുന്ന് 10 കിലോമീറ്റർ പോയിട്ടാണ് ഞങ്ങൾ VK പുട്ടൂർ അവിടെ പോയിട്ടാണ് ഗ്യാസിൽ മേടിച്ചുകൊണ്ട് വന്നത് കുക്ക് ചെയ്യാൻ വേണ്ടി. അല്ല പുറത്തുനിന്ന് കഴിക്കാൻ തന്നെ ഭയങ്കര പൈസ ചാർജാണ്, കൈ നിൽക്കത്തില്ല. എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ. കുറ്റി മേടിച്ച് കഴിഞ്ഞാൽ ചമ്മച്ച് സാപ്പിടാം. ഇതൊക്കെ റെഡിയാക്കി. അങ്ങനെ ഇവിടുന്ന് 10 കിലോമീറ്റർ കൊണ്ടുപോയി ഗ്യാസ് കുറ്റിയെടുക്കാൻ പോയി. വലത്തോടി കാലുകൊടുത്ത് തല കിടന്ന് കറങ്ങും. പോട്ടെ. യെസ്, ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇന്ന് കുക്കിങ് തുടങ്ങുക. മറ്റാ പച്ച തുണിട്ടാർപ്പ അത് ഇപ്പം തയ്ച്ച് മണ്ടയ്ക്ക് കയറ്റിയില്ല, ജസ്റ്റ് ഇവിടെ കയറ്റി ഇതിനകത്ത് കയറ്റി തയ്ച്ച് സെറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ച് ഇനി ഇവിടുന്ന് തട്ടി മുകളിൽ കയറ്റണം. പണിയാ. ഇനിയിപ്പോൾ വേണ്ടിയത് ഇത് പശ തേച്ച് ഒട്ടിക്കുക. ഇതിൻ്റെ വീടെടുക്കാൻ പറ്റിയില്ല. ഇതും കയറ്റുന്ന വീടെടുക്കാൻ പറ്റത്തില്ല, ഒട്ടിക്കുന്നത് കാണിക്കാം. കയറ്റുന്ന വീട് എടുക്കണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല. അയ്യോ പൊരിഞ്ഞ വെയിൽ. വെയിൽ കുറഞ്ഞു, വെയിലിപ്പിടന്ന് കുറഞ്ഞ് താന്നു. ഇതിനകത്ത് ഗമ്മ് വെച്ച് പോടുമോ? ഗമ്മ് ആ ഹീറ്റ് മറ്റും പോതും. ആ ഇപ്പോൾ ഗമ്മൊന്നും ഇല്ല. ഇതിനകത്ത് ഹീറ്റ് ചെയ്തങ്ങ് ഇത് ഹീറ്റ് ചെയ്താൽ ഇത് ഒട്ടുമാ? ആ ഓക്കെ. ഇത് ഹീറ്റ് ചെയ്ത് ഒട്ടുമെന്നാ പറയുന്നത്. ഒട്ടുമായിരിക്കും, അറിയത്തില്ല. ഞാൻ വിചാരിച്ചു മറ്റേ ബൈക്കിനൊക്കെ ട്യൂബ് പഞ്ചർ ഒട്ടിക്കത്തില്ലേ, ട്യൂബൊക്കെ അതിനകത്ത് ഗമ്മ് തേച്ച്. ഞാൻ ആ പരിപാടിയൊന്നും പറഞ്ഞിരുന്നേ. പക്ഷേ ഇത് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി പറഞ്ഞേ. ആ
ആ ഹീറ്റർ நல்லா ஒட்டிக்கிறேன் அது ആ ரொம்ப போட்டு ஒட்டினா தான் பிச்சுட்டு வந்துடுறேன் ആ அதான் സെറ്റ് ഹീറ്റാക്കി ഒട്ടിച്ച് വെച്ചാണ് ഈ ബബിൾ കല്ലേറ്റ് വെച്ചത് പോലെ. തേച്ച് ഒട്ടിച്ച് പറ്റിച്ച് വെച്ച് ഞാൻ വിചാരിച്ച അല്ല സ്റ്റിക്കർ പോലെ ജസ്റ്റ് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും ചോദിച്ചു നാളെ ആ സമയത്തൊക്കെ ഇളകി പോവോ പശ വിട്ട് പോവോ ഞാനങ്ങനെ വിചാരിച്ചത്. ഇതിപ്പോൾ സീനൊന്നുമില്ല, ഇത് പക്ക അടിപൊളിയായിട്ട് തേച്ച് പറ്റിച്ച് വെച്ചിരിക്കുക. നിങ്ങൾ സെറ്റാകാത് ഉണ്ട്, അവിടെയുണ്ട് കുറച്ച്. അയ്യോ ഞങ്ങൾ കുറ്റിയൊക്കെ മേടിച്ച് വണ്ടി ഒരു സൈഡിൽ തണൽ പിടിച്ചൊരു സൈഡിലിട്ട് അരിയൊന്ന് എടുത്ത് കഴുകി ചോറ് വെക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോഴാണ് ടാർപ്പ കയറ്റാൻ വേണ്ടി പുള്ളി വിളിച്ചത്. ഇനിയിപ്പോൾ ഇത് മണ്ടയ്ക്ക് കയറ്റിയിട്ട് വണ്ടി വീണ്ടും അവിടെ കൊണ്ട് വിടണം, ഇട്ടിട്ട് വേണം വല്ലതും ഉണ്ടാക്കാൻ കഴിക്കാൻ ചോറ് വല്ലതും വെക്കാൻ. അപ്പം ബ്രദറ് ചോറ് വെച്ച് തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കറിയാം അൽക്കുൽ കോരടിയൊക്കെ. എനിക്കാണെങ്കിൽ തിന്നാനേ അറിയും, ഇനി വല്ലതും ഉണ്ടാക്കി പഠിക്കണം. യെസ്, അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വേണ്ട കുക്കറിനകത്ത് അരി വെച്ച് തിളപ്പിച്ച് തീ കത്തുന്നുണ്ടോ? തീ കത്തുന്നുണ്ട്. പരീക്ഷണമാണ്, സെറ്റായിരിക്കും. അപ്പം കറിയൊന്നും വെക്കുന്നില്ല തൽക്കാലത്തേക്ക്. ചമ്മന്തിപ്പൊടിയും മീനച്ചാറും ഞങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം തൽക്കാലത്തേക്ക് അത് കൂട്ടി അടിക്കാം. പിന്നെ വൈകിട്ടത്തെ പരിപാടി വൈകിട്ട് നോക്കാം. അന്നേരം വല്ല ചിക്കനോ മട്ടനോ ഒക്കെ അന്നേരം വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിലിൽ ചോറാവത്തില്ലെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. നമ്മളെ നിറയെ വേറെ ചട്ടിയിൽ വെച്ചിട്ട് പറഞ്ഞാൽ തിളച്ച് മറിയണ്ടേ, ഒന്നും ആവശ്യമില്ല. രണ്ട് വിസിൽ കിട്ടാൻ മതി. അപ്പോൾ ഇത് 2 വിസിലാവും. അത് 2 വിസിൽ മതി. ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ഒഴിക്കാം. ശരി ശരി ശരി. നമ്മുടെ കണക്ക്. ഇതിൽ കൂടുതൽ വേണ്ട വരും തോന്നുന്നു. ഇത് ആ അരി 2 ഗ്ലാസ് അരി ഇട്ടു. 2 ഗ്ലാസ് അരിയിട്ട് 4 ഗ്ലാസ് അതൊക്കെ നല്ല മേളിൽ വെള്ളം പോയിട്ടുണ്ട്. ആ നോക്കാം. അളിഞ്ഞു വേണ്ട ഒറ്റ വിസിലെടുക്കാം. ശരി ശരി ഓക്കെ. ഇല്ല ഇപ്പോൾ വിസിലാവും. ആ ഒരു വിസിൽ എന്തായാലും ആവത്തില്ല, വേഗത്തില്ല. ആ ഈ ഒരു വിസിൽ വേഗത്തില്ല. ഇപ്പൊ ഇട്ടതല്ലേ ഉള്ളൂ. ഒരു വിസിൽ 2-3 വിസിൽ വേണ്ടി വരും. ആദ്യത്തെ വിസിൽ ഇപ്പൊ അടിച്ചു തുടങ്ങി ചെയ്യും. ഇപ്പൊ ഇട്ടപ്പോ തന്നെ ഇപ്പൊ അടിച്ച നിത്തതേ ഉള്ളൂ. ഇട്ടപ്പോഴത്തേക്ക് ഒരു വിസിലായി. അപ്പോഴത്തേക്ക് എങ്ങനെ വേവുന്നത്? അടിച്ചില്ലല്ലോ. ഇട്ട് 2 മിനിറ്റ് പോലും ആയില്ലാണ്ട് അപ്പോഴേക്ക് വിസിൽ അടിക്കുന്നു, അടിക്കാൻ വരുന്നു. എപ്പോഴും വരത്തില്ല അത്. ആണോ? ചുമ്മാ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. ആണോ? അപ്പോൾ ഒരു വിസിൽ മതിയായിരിക്കും. അത് വരട്ടെ ഒരു വിസിൽ. മണ്ടക്കത്തെ നോബ് ഏത് വഴി? വിസിൽ വരികയില്ല, എന്താക്കിയാലും വിസിൽ വരില്ല. അത് ഓഫ് ചെയ്തേ. എപ്പോഴും പൊട്ടിത്തെറിക്കൂ? പൊട്ടിത്തെറിക്കൊന്നുമില്ല, ഗ്ലാസ് തള്ളുന്ന മാത്രമേ. അല്ല അവിടെ ഓൾറെഡി ഒരു ഹോൾ ഉണ്ടല്ലോ. ഹോളുണ്ട്. അപ്പൊ അങ്ങനെ ഇനി പോകുന്നതാണോ? അങ്ങനെ വരാൻ പാടില്ല. അല്ല വാഷർ പുതിയത് മേടിച്ചിട്ടോ? പുതിയ മേടിച്ചിട്ടാണ്. ആ ഇനി ഇട്ടത് ശരിയാവാത്തോണ്ടോ? നോക്കിയിട്ട് അല്ല അവിടെ സാധാരണ അവിടെ കുക്കറിന് അവിടെ ഹോൾ ഇല്ലാത്തതല്ലേ? അങ്ങനെയാണോ? പക്ഷെ അവിടെ ഹോൾ ഉണ്ടല്ലോ, സാധാരണ കുക്കറിന് അങ്ങനെ ഹോൾ ഇല്ലാത്തതല്ലേ? ഹോളുണ്ടാവും, ഇല്ല, അത് വരാൻ പാടില്ല.
തിളക്കിനൊക്കെ ഇതിൽ കൂടെ ഒരു വിസിലായില്ലേ ഇനി ഓപ്പായിക്കാം എന്താണ് അത് പറഞ്ഞത് നോക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഇല്ല അങ്ങനെ അതന്നെ പറഞ്ഞത് അതൊക്കെ ആവും ആവോ ഗ്യാസല്ലേ അരി വേവ് ഇതെന്തെങ്കിലും വെള്ളം പോകുന്നേ കുക്കർ നല്ലതാണോ ഈ വരവാണ് ശരിയാവുന്നത് വരാൻ പോലെ കുക്കറിൽ വരില്ല പൂവൊന്നുമില്ല അത് പൊട്ടൊന്നുമില്ല അതല്ല അതും എനിക്ക് പിന്നെയും പേടിയില്ല ഇവരെ രണ്ട് മൂന്ന് വിസിലടിച്ചില്ലേ മൂന്നാഴ്ച നോക്ക് തുറന്നു നോക്കിയിട്ട് അത് കുറച്ച് ആവട്ടെ ഇത് എയർ പോട്ടെ ഇത് ഇവിടെ സാധാരണ ഇവിടെ ഹോൾ ഇല്ലാത്തതല്ലേ അപ്പം അങ്ങനെ അങ്ങനെ അവിടെ ഞാൻ അതാ പറഞ്ഞത് ഇത് ഹോളുണ്ട് പാടില്ല അതിന് ഓട് കൊടുക്കുന്ന അതിനനുസരിച്ച് കുക്കറിന് അതിന് ഓട് കൊടുക്കും വാഷർ പുതിയത് മേടിച്ചിട്ടതാ ഇനി ഇത് കറക്റ്റ് വീഴാത്തോണ്ടാണ് അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനൊന്നും ഇല്ല ചിലപ്പോൾ ഇനി ഇത് ഇങ്ങനെ ആയിരിക്കും ഈ കുക്കറിൻ്റെ നോക്കട്ടെ അങ്ങനെ നോക്കട്ടെ ഇവരിപ്പം വൈകിട്ട് 6:30 ആകുമ്പം 6 മണിയാകുമ്പോഴത്തേക്ക് ഇവർ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും ചെന്നൈയിലേക്ക്. അപ്പം നമ്മുടെ അവർ കിടന്നുറങ്ങുക. യെസ് ഞാൻ കുക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് കറി വെച്ചു. ഞാൻ ഇവിടെ ഇതിനകത്ത് നിന്ന മുരിങ്ങയ്ക്ക ഞാൻ തിന്നല്ലേ ഇതിനകത്ത് നിന്ന മുരിങ്ങയ്ക്ക വെച്ച് കറി ഉണ്ടാക്കി. അതുകൊണ്ട് മീനച്ചാറ് ഒരു അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ മേടിച്ചായിരുന്നു ചമ്മന്തിപ്പൊടി. ഇത് എന്തായിരുന്നില്ല പാവയ്ക്ക ഉണ്ടായിരുന്നു പാവയ്ക്ക മേടിച്ചു ഭയങ്കര ടേസ്റ്റ്. യെസ് അങ്ങനെ ഞങ്ങൾ ചോറും കറിയൊക്കെ വെച്ച് എന്നാ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇനി പാത്രം കഴുകി വെക്കണം, അത് വേറൊരു മറ്റേടത്തെ പണിയാണ്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കഴുകി വെച്ചേ പറ്റൂ. ഓ നടുവ് പൊളിഞ്ഞ്. പിന്നെ മുരിങ്ങ മരം ഉള്ളതുകൊണ്ട് നല്ല കിട്ടുക്ക മുരിങ്ങയ്ക്ക കണ്ടുണ്ടായിരുന്നു. അവിടെ കണ്ടുണ്ട് നോക്ക്. ഇനി എന്താ ഇനിയെല്ലാം കഴുകി അകത്ത് കയറ്റി. ഇനിയിപ്പം ഈ ബ്രദർ ഉള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി തന്നു. ഇനിയിപ്പോൾ ഞാൻ ലുക്കുമായിട്ട് പോകുമ്പോൾ എന്തോ ഒപ്പിച്ച് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ആയിരുന്നു ഞാൻ എപ്പി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ആകെ എനിക്കറിയാവുന്ന പണി അതേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒപ്പിച്ച് പറക്കി കൊടുക്കണം. ലുക്കുവിനാണെങ്കിൽ ഒരു ഉണ്ട അറിയത്തില്ല. അവൻ്റെ വിചാരം എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന, എനിക്കാണെങ്കിൽ അതിലൊട്ടും എനിക്കറിയത്തില്ല. യെസ് അപ്പം ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞു. നമുക്ക് അംബാസമുദ്രം അവിടെ ലോഡ് ഇറക്കിയിട്ട് ഇവിടെ നമുക്ക് ആളംകുളത്തുനിന്ന് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡിലേ വന്നപ്പോഴത്തേക്ക് 3 ദിവസം ഡിലേ അടിച്ചപ്പോഴത്തേക്ക് ആ ലോഡ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയി, ക്യാൻസലായി. അപ്പം ഇപ്പം ലോറി ഷെഡിൽ കിടക്കുക. അപ്പം ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഞങ്ങൾക്ക് കർണാടകയ്ക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അതെടുത്തില്ല. അത് കാരണം എനിക്ക് പോകുന്ന വഴിക്ക് വീട്ടിലോട്ട് കയറണം, കുറച്ച് ആവശ്യമൊക്കെ ഉണ്ട്. അപ്പം എന്താ ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച, അപ്പോൾ നാളെ ലോഡ് കേരളത്തിലേക്ക് നാട്ടിലോട്ട് വല്ല എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നാളത്തേക്ക് ലോഡ് റെഡിയാവും. അപ്പോൾ ഇനി എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇത്രയും വണ്ടികളൊക്കെ ഉണ്ട്, എല്ലാം 12 കിലോ കിടക്കുന്നത്. എല്ലാം നാളത്തെ ലോഡിങ് ഓട്ടത്തിന് വേണ്ടി കിടക്കുക. 1-2 വണ്ടി പോയി. കർണാടകയ്ക്കായിരുന്നെങ്കിൽ ഇപ്പോൾ വണ്ടി ഇടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഒന്ന് വൈകിട്ട് ചായ കുടിക്കാൻ പോകണം. എന്നിട്ട് ഫ്ലാറ്റ്. ഇവർ താണ്ട 6 മണിയായി. ഇവരിപ്പം താണ്ട ഡ്യൂട്ടിക്ക് ഇവരിറങ്ങി. യെസ് ഇതാണ് അമീർ. ഇത് അമീർ, ഇത് ഷെയ്ക്ക്. വണ്ടി ഇവരിപ്പോൾ ഇറങ്ങും. ഇവിടുന്ന് ഇപ്പോൾ സർവീസ് തുടങ്ങും വണ്ടിയുടെ. ഞാൻ വേണേൽ ആകെ ഒന്ന് കാണിക്കാം. മൊത്തം താഴെ മുകളിൽ ഇവിടെ ചെയറില്ല, ഫുള്ള് സ്ലീപ്പറാണ്. പക്ഷേ AC അല്ല, നോൺ AC ആണ്. അതേ ഉള്ള ആകെ ഒരു സീന്.
എൻ്റെ അമ്മോ. അയ്യോ. அந்த லெஃப்ட் காலியாக இருக்கிற பாயிண்ட் பாருங்க. ഇങ്ങേന്ന് വണ്ടി സീറ്റ് ഫുള്ള് ആയിടും. இங்கேருந்து ஒரு 5 சீட்டாக இருக்குது. 5 സീറ്റായി എടുക്കാം. എന്നിട്ട് പോകുന്ന വഴിക്ക് ബുക്കിംഗ് എടുക്കാം. ஆமாம். അപ്പം അങ്ങ് ചെന്നൈയിൽ എവിടെ മണിയാകുമ്പോൾ എത്തും? சென்னையிலையா? ആ அங்கே 7:25. കാലയിലാ? ஆமாம், நைட்டு. இந்த மார்னிங் ரீச்சிங் வந்து 6:30 7. അല്ല നാളെ ഈവനിങ് നൈറ്റ് 7:30 ആയത്. ஆமாம், நாளைக்கு ஈவினிங் வந்து 7:30 7:25. ഓഹോ. യെസ്. ஃபர்ஸ்ட் வந்து திருப்பி நிப்பாட்டிக்கிறேன். ഇല്ല ഇത് ഈ ഫോണിലോട്ട്. ഒരു ഇവിടുന്ന് ഒരു 5 ബുക്കിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ബുക്കിംഗ് ഉണ്ട്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. നാളെ ഈവനിങ് ചെന്നൈയിൽ എത്തും അല്ലേ? 7:30. ആ മോർണിംഗ് 7:30 ആ. ഓ 12 hours. ആ 12 ശരിയാ, 12 മണിക്കൂർ. നാളെ രാവിലെ 7 മണിക്ക്. അപ്പം അങ്ങ് ചെന്നൈയിൽ എത്തുമ്പോൾ വണ്ടി ഫുള്ളായിടി.